ഇതെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു മീഡിയയിൽ കയറി ഒരു ചങ്ങാതി വിളിച്ചു പറഞ്ഞു വിവരമില്ലാത്തവന്മാര് കയറിയിരിക്കുന്നേ വിവരമില്ലാത്തവന്മാരാണ്. എന്നെ വിളിച്ചു പറഞ്ഞ ഇസ്ലാമിക നിയമം അനുസരിച്ച് 5 കാര്യങ്ങളുള്ള ഇസ്ലാം: ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇഖാമത്തുസ് സ്വലാത്തി, ഇതാഇ സക്കാത്ത്, സൗമു റമളാൻ, തഹജ്ജുൽ ബൈത്ത്. ഷഹാദത്ത് കലിമ ചൊല്ലുക, നിസ്കാരം നിലനിർത്തുക, നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. ഇതിനകത്ത് തലമറയ്ക്കാനൊന്നും പറയുന്നില്ലല്ലോ. പിന്നെന്താ അത്ര നിർബന്ധം മുസ്ലിങ്ങൾക്കെന്ന്? പറയുന്നവന് വിവരമുണ്ടോ? അവൻ മുസ്ലിം അല്ലല്ലോ. ഇസ്ലാമിക ശരീഅത്ത് എന്താന്ന് അവനും വല്ല അറിയാവോ? ഇതിനകത്ത് മാർക്കം ചെയ്യണമെന്നില്ലല്ലോ. ഈ 5 കാര്യത്തിൽ മൂത്രം ഒഴിച്ച കഴിയണമെന്നില്ലല്ലോ, മദ്യപിച്ചൂടാന്നില്ലല്ലോ, പലിശ വാങ്ങിച്ചൂടാന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ജായിസാണോ? അതിലും മുസ്ലിം ഇരിപ്പുണ്ട്. മാഫി ഫായിദ. ഇവനെയൊക്കെ മുസ്ലിമായിട്ട് ഒരുത്തനെ അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. അവൻ എന്നാ ഇത് റദ്ദ് ചെയ്യാനും മറുപടി കൊടുക്കാനും അവനും വല്ല വിവരം ബോധമുണ്ടോ? ബോധവും പൊക്കണമില്ലാത്തവന്മാരല്ല ഇതിനകത്ത് കൊണ്ടുവച്ചിരുത്തിയിട്ട് ആവശ്യമില്ല പറയുമ്പം സമുദായം മൊത്തം പറയുന്നത് എന്താ? അയാൾ പറഞ്ഞില്ലേ, ശരിയാണല്ലോ. ഒരു കാക്കരെന്ന് പറയാ ശരി, 5 കാര്യത്തിൽ ഇതില്ലല്ലോ, തലമറയ്ക്കുന്നില്ലല്ലോ, പിന്നെ ഇതിന് നമ്മളിപ്പോ ഇത്ര പെണ്ണുങ്ങളുടെ മേളിൽ 5 കാര്യത്തിൽ പലിശ വാങ്ങിക്കുന്നുണ്ടോ? 5 കാര്യത്തിൽ മദ്യപിക്കുന്നുണ്ടോ? 5 കാര്യത്തിൽ ലോട്ടറി എടുക്കരുതെന്നുണ്ടോ? എന്താ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ ഇതിന്റെ ആദർശം? അതിനകത്തെല്ലാം വന്നു കഴിഞ്ഞില്ലേ? പ്രാഥമികമായി നിനക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന ടിക്കറ്റാണിത്, അംഗത്വമാണിത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അള്ളാന്റെ റസൂൽ അവന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഈ 2 പേരും പറഞ്ഞതനുസരിച്ചുള്ള നിയമ പാഠവാലി അംഗീകരിച്ച് വേണം നീ ഇതിനകത്ത് പ്രവേശിക്കാൻ എന്നാണ് അതിനർത്ഥം. അങ്ങനെ വന്നവർക്കാണ് പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജല്ല ഇതിനകത്ത് വന്നിട്ടുണ്ടല്ല. ഒരു പാർട്ടിയിൽ ചേരുമ്പം പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാർട്ടിയുടെ മുഴുവൻ നിബന്ധനകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? ഇനി ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ പോയി അംഗത്വം എടുത്തത് കൊണ്ട് ഞാൻ വലതുപക്ഷക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താണ് എന്നുള്ളത് പരിപൂർണമായി അവരുടെ ഒരു ബയലോ ഉണ്ട്. ആ ബയലോ പരിപൂർണമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിടുകയാണ്.